ലയോ 14 പാപ്പ തന്റെ പേപ്പൽ കാലയളവിലെ ആദ്യത്തെ ഔദ്യോഗിക അത്ഭുതം അംഗീകരിച്ചു. ആദ്യ നോർത്ത് അമേരിക്കൻ പാപ്പയുടെ ആദ്യത്തെ ഔദ്യോഗിക അംഗീകാരം ലഭിച്ച അത്ഭുതം അമേരിക്കയിലെ റോഡ് ഐലൻഡിൽ നിന്നുള്ളതാണ്. 2007 സ്പാനിഷ് പുരോഹിതനായ ഫാദർ സാൽവഡോർ വലേരപ്പാരയുടെ മധ്യസ്ഥതയിൽ റോഡ് ഐലൻഡിൽ ആശുപത്രിയിൽ നടന്ന അത്ഭുതത്തിനാണ് ലയോ 14 അംഗീകാരം നൽകിയത്. 2007 ജനുവരി 17 അടിയന്തര സി-സെക്ഷൻ ശസ്ത്രക്രിയ വഴി മാസം തികയും മുൻപേ ജനിച്ച ടൈക്വൻ ഹാൾ എന്ന ശിശു. വിളറിയ നീല കലർന്ന പൾസ് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ശിശു. 1 മണിക്കൂർ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലും ശിശുവിൽ പുരോഗതിയുടെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായില്ല. മെഡിക്കൽ സംഘം ശ്രമം ഉപേക്ഷിക്കാനൊരുങ്ങുമ്പോൾ സംഘത്തിലുണ്ടായിരുന്ന സ്പാനിഷ് വംശജനായ ഡോക്ടർ ജുവാൻ സാഞ്ചസ് ഈസ്റ്റൻബാൻ തന്റെ മാതാപിതാക്കൾ കുട്ടിക്കാലത്ത് പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ചൊല്ലി. ഫാദർ വലേര, ഞാൻ സാധ്യമായതെല്ലാം ചെയ്തു. ഇപ്പോൾ നിങ്ങളുടെ ഊഴമാണ്. നിമിഷങ്ങൾക്ക് ശേഷം ഒരു മെഡിക്കൽ ഇടപെടലും കൂടാതെ കുഞ്ഞു ടെക്വാന്റെ ഹൃദയമിടിക്കാൻ തുടങ്ങി. അൽമേരിയ രൂപതയുടെ പത്രക്കുറിപ്പ് പ്രകാരം ഓക്സിജന്റെ ദീർഘകാല അഭാവം മൂലമുണ്ടായ സങ്കീർണതകളിൽ പ്രത്യാഘാതങ്ങളൊന്നുമില്ലാതെ ടെക്വാൻ ആരോഗ്യവാനായി തുടരുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചതായും സുഖമായിരിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. അത്ഭുതത്തിന് കാരണക്കാരനായി വിശ്വസിക്കപ്പെടുന്ന ഫാദർ സാൽവഡോർ വലേരപ്പാര 1816 ഫെബ്രുവരി 27 ഹുർക്കൽ ഒവേരയിൽ ജനിച്ചു. ഡോക്ടർ സാഞ്ചസ് എസ്റ്റബാനും ഇതേ പട്ടണത്തിൽ ജനിച്ച വ്യക്തിയാണ്. 24 വയസ്സിൽ വൈദികനായി നിയമിതനായ അദ്ദേഹം തന്റെ തീക്ഷ്ണത, വിനയം, അതിരറ്റ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ടവനായിരുന്നു. പരിശുദ്ധ അമ്മയുടെ സമർപ്പിത പുത്രനായ അദ്ദേഹം തന്റെ കാലത്തെ പകർച്ചവ്യാധികളുടെ സമയത്ത് കോളറ രോഗികളെ വീരോചിതമായി പരിചരിച്ചു. വിശുദ്ധിയും സേവനവും കൊണ്ട് അടയാളപ്പെടുത്തിയ ജീവിതത്തിനു ശേഷം 1889 73 വയസ്സിൽ ഫാദർ വലേര മരിച്ചു. 1991 അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ജൂൺ 20 ലയോ 14 മാർപ്പാപ്പ റോഡ് ഐലൻഡിലെ അത്ഭുതം അംഗീകരിച്ചതോടെ ഫാദർ വലേരയുടെ നാമകരണ നടപടികൾ പുരോഗമിച്ചു. 2026 അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.